സാറിന്റെ ഏറ്റവും മികച്ച 3 ചിത്രങ്ങൾ നമുക്ക് നൽകിയ ഒരു ആക്ടർ കൂടിയാണ് ലാലേട്ടൻ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. ശരിക്കും ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് ചോദിക്കുകയാണ് ലാലേട്ട, ഭഗവാനെ എന്റെ ചേച്ചിക്ക് നല്ലത് മാത്രം വരുത്തണമേ. വേറൊന്നും അല്ല, കാരണം തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചോ? അയ്യോ ദൈവത്തിനാണ് ഞാൻ കാണിച്ചില്ല. ഭ്രമർ എന്ന സിനിമയ്ക്ക് വേണ്ടി സാറ് തലകുത്തി നിർത്തി. എന്താ വേണ്ട? അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട ഒരു ഡയറക്ടർ കൂടിയാണ് ബ്ലെസ്സി സാർ എന്ന് പറയുന്നത്. ഇത് രണ്ടും കഷ്ടപ്പാടല്ല, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്. സോറി. ഇവരനുഭവിച്ച് നോക്കുമ്പോൾ നഗ്നനായിട്ട് നിൽക്കുന്ന കഷ്ടപ്പാടല്ല, തലകുത്തി നിൽക്കാനും എനിക്ക് പറ്റും. ആരോടാണ് കളിക്കണത് അവർക്ക് അറിഞ്ഞുകൂടാ മക്കളെ. അല്ല എന്നാലും സർ എപ്പോഴാണ് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലെസ്സി സർ? ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോയ നാട്ടുകാരെന്ത് വിചാരിക്കും? നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലെസ്സി സർ? നിനക്ക് കിട്ടിയൊന്നും പോരെ? ഇങ്ങനെ തെറുതി വെക്കല്ലേ, ഞാൻ തരാം, ഇങ്ങോട്ട് വാ. ഇപ്പൊ വലിയ കാര്യം, അത് ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണ്ട. ഇവിടെ നിന്ന് ആണുങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി തിരിക്കുത്താൻ വരരുത്, മനസ്സിലായോ? ശരി, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോട്ടെ. അല്ല പറഞ്ഞേ ഉള്ളൂ. ഇതുപോലുള്ള സംസ്കാരശൂന്യമായ വർത്താനം ഇനി എന്റെ അടുത്ത് പറയരുതട്ടെ. ഏറ്റവും നല്ല കാളെ എല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ? മുതലും പലിശ ചേർത്ത് കിട്ടി. ഇവിടെ പറഞ്ഞു ബ്ലസ്സി വളരെ ക്രൂരനായ ഒരാളാണെന്ന്. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു ഷോ തമാശ, ജസ്റ്റ് ഫോർ ഹൊറർ. അതൊരു ക്രൂരതയല്ല, ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വേദനയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം നമ്മളോടല്ലാതെ ആരോടാണ് പറയുന്നത്? അദ്ദേഹം ഒരാളെ സെലക്ട് ചെയ്യുന്നത് അത് അനുസരിച്ചാണ്. എനിക്ക് ഇയാളിലൂടെ ഞാൻ പറയേണ്ട കാര്യം പറയാൻ സാധിക്കും. ആ വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ശക്തി. അതിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ശരി.